നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ മികച്ച 8 മത്സരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഫിഫ. 8 മത്സരങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും മികച്ച 8 മത്സരങ്ങളിൽ ഒന്നാമത് അർജൻറ്റീനയും കേപ്പ് വെർദയും തമ്മിൽ നടന്ന മത്സരമാണ്. അതൊരു തീപ്പൊരി കളിയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അർജൻറ്റീനക്കൊപ്പം അതേ നാണയത്തിൽ തിരിച്ചു ഗോളുകൾ അടിച്ചുകൊണ്ട് കേപ്പ് വെർദെ പോരാടിയൊരു പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. 3-2 അന്ന് അർജൻറ്റീന എക്സ്ട്രാ ടൈമിൽ വിജയിച്ച് കയറിയത്. മെസ്സിയും അതുപോലെ മാർട്ടിനസും റൊമേറയുമാണ് അന്ന് അർജൻറ്റീനയ്ക്കായിട്ട് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ട്യൂറാറ്റയും കബ്രാളിൻ്റെ ഗോള് പിന്നീട് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അടുത്ത മത്സരം ബ്രസീലും നോർവേയും തമ്മിൽ നടന്ന കളിയാണ്. അത് ബ്രസീലിനെ നോർവേ മലർത്തിയടിച്ചു. ബ്രൂണോ ഗുയിമാരസ് ആദ്യം പെനാൽറ്റി മിസ് ചെയ്തതും പിന്നീട് എർലിംഗ് ഹാലൻഡ് കളിയുടെ 79-90 മിനിറ്റുകളിൽ ഗോളടിച്ചുകൊണ്ട് ബ്രസീലിനെ തീർത്ത് കളഞ്ഞതും ഒടുവിൽ നെയ്മർ ഒരു പെനാൽറ്റി ഗോളിലൂടെ തൻ്റെ വേൾഡ് കപ്പ് കരിയർ അവസാനിപ്പിച്ചതുമൊക്കെ കണ്ട കളി. ആ കളിയാണ് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമത് എന്തൊരു പോരാട്ടമായിരുന്നു അത്! മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന കളി. മെക്സിക്കോ സിറ്റിയിൽ പോരാട്ടത്തിൻ്റെ പരമാവധി പുറത്തെടുത്തെങ്കിലും 10 പേരായി ചുരുങ്ങിയ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ ഒടുവിൽ മെക്സിക്കോക്ക് കഴിയാതെ പോയി. 3-2 വിജയം ഇംഗ്ലണ്ട് നേടുമ്പോൾ ബെല്ലിംഗാമിൻ്റെ 2 ഗോളുകൾ, ഹാരി കെയിൻ്റെ ഗോൾ, അതാണ് അവരെ സഹായിച്ചത്. മറുഭാഗത്ത് കിനോനസും ഹെയ്മനസും ഓരോ ഗോളുകളാണ് അന്ന് മെക്സിക്കോക്കായിട്ട് നേടിയിട്ടുണ്ടായിരുന്നത്. അത് മതിയാവുമായിരുന്നില്ല. അടുത്ത കളി അർജൻറ്റീനയുടെ തന്നെ കളിയാണ്. അർജൻറ്റീനയും ഈജിപ്തും തമ്മിലുണ്ടായിട്ടുള്ള മത്സരം. ഈജിപ്ത് നല്ല രൂപത്തിൽ അർജൻറ്റീനയെ വിറപ്പിച്ച കളിയാണ്. പക്ഷേ ഒടുവിൽ 3-2 അർജൻറ്റീന വിജയിച്ച് കയറുകയായിരുന്നു. മെസ്സി പെനാൽറ്റി മിസ് ചെയ്ത കളിയാണത്. ആ കളിയിൽ റൊമേറോയും മെസ്സിയും എൻസോ ഫെർണാണ്ടസുമാണ് അർജൻറ്റീനയുടെ ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ഇബ്രാഹിമിൻ്റെ വക ഒരു ഗോള്, പിന്നെ സീക്കോയുടെ വക ഒരു ഗോള്. അങ്ങനെയാണ് മത്സരം പിന്നീട് 3-2 അർജൻറ്റീന വിജയിച്ച് കയറുന്നത്. അതേസമയം മറ്റൊരു സൂപ്പർ പോരാട്ടം നടന്നത് വാൻഡൈക്ക് ഗോളടിച്ച കളി, സമ്മോവിൽ ഗോളടിച്ച കളി, തിരിച്ച് നക്കാമുഴയും കമാഡയും ഗോളടിച്ച കളി, 2-2 സമനിലയിൽ പിരിഞ്ഞ കളി. നെതർലൻഡ്സും ജപ്പാനും തമ്മിലുള്ള പോരാട്ടമാണ്. അടുത്തായിട്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോർച്ചുഗലിൻ്റെ കളി. പോർച്ചുഗലും പിന്നെ ക്രൊയേഷ്യയും തമ്മിൽ നടന്നൊരു മത്സരമാണ്. 2-1 ആ കളി പോർച്ചുഗൽ വിജയിച്ച് കയറിയത്. സൂപ്പർ പോരാട്ടമായിരുന്നു. അവസാനം റാമോസിൻ്റെ ഗോളിനാണ് വിജയിച്ച് കയറുന്നത് പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ റാമോസുമാണ് അന്ന് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് പെരിസിച്ചാണ് അന്ന് ഒരു ഗോൾ കണ്ടെത്തിയത്. 2-1 വിജയമാണ് അന്ന് പോർച്ചുഗൽ നേടിയിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു മത്സരം അൾജീരിയയും അതുപോലെ തന്നെ ഓസ്ട്രിയയും തമ്മിൽ നടന്ന കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിച്ച് കൂട്ടിയ കളി. മെഹ്റസിൻ്റെ വക 2 ഗോളുകൾ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് അർനാട്ടോവിച്ചും സാബിറ്റ്സറും ഒക്കെ ഗോളടിച്ച മത്സരം 3-3 സമനിലയിലാണ് അവസാനിച്ചിരുന്നത്. അതും ലിസ്റ്റിൽപ്പെടുന്നു. പിന്നെ ബെൽജിയവും ഘാന പോരാട്ടം. ബെൽജിയത്തിനായിട്ട് ലുക്കാക്കു ഒരു ഗോളടിച്ചു. ടീൽമെൻസിൻ്റെ വക 2 ഗോള്. മറുഭാഗത്ത് ഡിയാഡയും സാറുമാണ് ഗോളടിച്ചത്. പക്ഷേ ഒടുവിൽ പുറത്തായി ഘാന. 3-2 വിജയം എക്സ്ട്രാ ടൈമിൽ നേടിക്കൊണ്ട് മുന്നോട്ട് കയറി ബെൽജിയം. ഈ കളികളാണിപ്പോൾ ഏറ്റവും മികച്ച 8 കളികളായിട്ട് ഫിഫ പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.